ഞാൻ എന്റെ കല്യാണത്തിന്റെ സമയത്താണ് ഞാനും എന്റെ ഫിയാൻസിയും കൂടെ ഒരു ഷോപ്പിൽ പോയത്. ഒരു 2024 ലാസ്റ്റ് ആ ടൈമിലാണ്. അപ്പൊ ഇവരുടെ പേജിലെ ഫോട്ടോസും ആ വീഡിയോസ് ഒക്കെ കണ്ടിട്ടാണ് ഒരു നല്ലൊരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു, നല്ല സാധനം കിട്ടുന്നുള്ളത്. പൂജയുടെ യൂട്യൂബ് ചാനലിൽ ഒരു വീഡിയോ വന്നിട്ടുണ്ടായിരുന്നു, നമ്മുടെ ഓബൈ ഓയ്സയുടെ. ഈ അഹാനകൃഷ്ണയുടെ അങ്ങോട്ട് കഴിഞ്ഞു വന്നുകൊണ്ടിരിക്കുമ്പോഴാണ് ദേ കിടക്കുന്നിടത്ത് ദിയയുടെ ഓരോ കാര്യങ്ങളൊക്കെ. എനിക്ക് തോന്നുന്നില്ല ഈ ഒരു ഫാമിലി എന്ന് പറഞ്ഞാൽ ഒന്ന് പോയാൽ ഒന്ന് എങ്ങനെ തിങ്കൾ ചൊവ്വ പുത്തൻ വ്യാഴം എന്ന് പറയുന്ന പോലെ തന്നെ ഓരോ ദിവസവും ഓരോരുത്തരാണ് ഏറിപ്പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനൊരു അവസാനം ഉണ്ടോ എന്ന് ചോദിച്ചാൽ എനിക്കറിയത്തില്ല. ഞാനെന്തായാലും ഈ ഡയലോഗ് തന്നെ അടിക്കാൻ തുടങ്ങിയിട്ട് ഇപ്പോൾ 2-3 മാസമായി. ഒന്ന് മാറ്റി പിടിക്കണമെന്ന് തന്നെ എൻ്റെ കൂടെയുള്ള എൻ്റെ ഫ്രണ്ട്സ് തന്നെ പറയുന്നുണ്ട്. ഇതിൻ്റെ ഡയലോഗൊക്കെ ഒന്ന് മാറ്റി പിടിക്കുന്നത് നല്ലതാണെന്നുള്ള രീതിയിൽ. എന്ത് ചെയ്യാനാണ്, ഇതുപോലുള്ള കാര്യങ്ങൾ കാണുമ്പോൾ പിന്നെ നമുക്ക് അതൊക്കെ അല്ലേ ഓർമ്മ വരത്തുള്ളൂ. ഓക്കെ ഗൈസ്, അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വോയിസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് വെച്ച് തരാം. നിങ്ങൾക്ക് ഈ ഫാമിലിയെക്കുറിച്ച് എന്താ തോന്നുന്നത് വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കറക്റ്റായിട്ട് തന്നെ ഒന്ന് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയേക്കണേ. വീഡിയോയിലോട്ട് പോകുമ്പോൾ എല്ലാവരും ഒന്ന് സബും ചെയ്യുക, ലൈക്കും ചെയ്യുക, ഹൈപ്പും കൊടുക്കുക, ഫേസ്ബുക്കിൽ എന്നിട്ട് ഫോളോയും കൂടെ ചെയ്തോ. എന്നാലും നമുക്ക് വോയിസും കാര്യങ്ങളൊക്കെ കേൾക്കുകയൊക്കെ ചെയ്യാം. ആ ഷോപ്പിലോട്ട് പോയതാണ്. ആ ഷോപ്പിലോട്ട് അവർ പോയി ചെന്നപ്പോഴത്തേക്ക് ഈ കസ്റ്റമേഴ്സിനോട് അവിടുത്തെ സ്റ്റാഫ് പോലും ഫ്രണ്ട്ലി ആയിട്ടല്ല സംസാരിക്കുകയൊക്കെ ചെയ്യുന്നത്. എന്തോ വേണമെങ്കിൽ എടുത്തുകൊണ്ട് പോകുന്നുള്ള രീതിയിലാണ് ഇവർ പറയുകയൊക്കെ ചെയ്യുന്നത്. അപ്പോൾ എനിക്ക് ആ ഫാമിലി അഥവാ ഇത് കാണുവാണെങ്കിൽ എനിക്ക് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, ആ സമയത്ത് അവിടെ നിന്ന ആൾക്കാരൊക്കെയാണെന്ന് തോന്നുന്നു അന്നത്തെ മോഷണവും കാര്യങ്ങളൊക്കെ നടത്തുകയൊക്കെ ചെയ്തത്. അവരെങ്ങനെയെങ്കിലും 10 പൈസ അവരുടെ അക്കൗണ്ടിലോട്ട് ആക്കാൻ നോക്കുന്ന ഒരു സമയമായിരുന്നു ആ ഒരു ഇത്. ഏകദേശം ഒരു 65 ലക്ഷത്തോളം രൂപയോളം പോയി നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷേ ഈ 65 ലക്ഷം രൂപ പോയ സമയത്തും ജോലിയായിട്ട് നടന്നൊരു ഫാമിലി എൻ്റെ ജീവിതത്തിൽ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു അഹാനയുടെ ഒരു ഇൻ്റർവ്യൂവിനകത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, കുറച്ച് സമയം മുമ്പ് വരെ ഞങ്ങളുടെ വീട്ടിൽ EMI അത് ഇത് മറ്റേതൊക്കെ അടയ്ക്കാൻ വേണ്ടി ഞങ്ങളുടെ പത്രപ്പാട് പെട്ടിട്ടുണ്ട്, ഞങ്ങളുടെ അമ്മ കഷ്ടപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ആ സമയത്തും കേട്ടോ 35,000-70,000 രൂപ സാരി മേടിക്കാനൊന്നും അവർക്കൊരു കുഴപ്പമില്ലായിരുന്നു. ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമേ ഉള്ളൂ. ഓക്കെ, പറച്ചിൽ അങ്ങോട്ട് എല്ലാം കൂടെ കണക്ട് ചെയ്യുമ്പം മൊത്തത്തിലൊരു ആമ്പലും ഇതൊക്കെയാണെന്നേ നമുക്ക് തോന്നത്തുള്ളൂ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. എന്തായാലും അവർ ആ ഓഫീസിൽ ചെന്ന് സാധനം മേടിച്ചപ്പോൾ അവർക്കൊത്തും വർത്തായിട്ടില്ലായിരുന്നു, ഉള്ള കാര്യം തുറന്ന് പറയാമല്ലോ. അവർക്കതായിട്ടേ ഇല്ലായിരുന്നു. അത് കഴിഞ്ഞിട്ട് അവർ ആ ചാനലിൽ പറയുന്നതിൻ്റെ വോയിസ്, ആൻറ്റി പറയുന്ന വോയിസ് ഒന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് കേൾക്കാം. ഒന്നാമത്തെ ആളുകൾക്ക് കാണിക്കാൻ താല്പര്യമില്ല. എന്റെ കൂട്ടത്തിൽ എടുക്കുന്ന ഒരു ക്വാളിറ്റി ഇല്ലാത്ത സാധനം. അതായത് നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്നത് ഇവർ പറയുന്നതൊക്കെ നല്ല പ്രീമിയം ക്വാളിറ്റി അങ്ങനെയൊക്കെ പറയുന്നത്. അതുകൊണ്ട് നല്ലൊരു സാധനമാണ് പ്രതീക്ഷിച്ചത്. പക്ഷെ നമുക്ക് ഒട്ടും വാങ്ങിക്കാൻ തോന്നാത്തൊരു ടൈപ്പ് സാധനമായിരുന്നു ഉണ്ടായിരുന്നത്. ഇതിന്റെ കളറും ഭയങ്കര മോശം. മോശം പറഞ്ഞാൽ ഒരു ബ്രൈഡിന് ജൂനിയേഴ്സ് ഇടുന്ന പോലൊരു ഇപ്പൊന്നും തന്നെ സാധനമല്ല. അപ്പൊ ആദ്യം ഒരു പീസ് ഒക്കെ പറഞ്ഞു ഇതായിരിക്കും കുറച്ച് ചിലപ്പോൾ റേറ്റ് കുറഞ്ഞ ഈ ക്വാളിറ്റി ചെയ്യുന്ന സാധനമായിരിക്കും നേരെ നല്ലത് കാണുന്നു വിചാരിച്ചു. അവര് നേരെ ചോദിച്ചപ്പോൾ എടുത്തു വരാൻ വയ്യ, അത് മെയിൻ കാര്യം എങ്ങനെയെങ്കിലും എടുത്തു തരും. അത് നോക്കിയപ്പോൾ അതും ഇതേപോലെ തന്നെ കുറേ ബോക്സിൽ കുറേ എന്തൊക്കെ ഐറ്റംസ് ഉണ്ടായിരുന്നു. പക്ഷേ നമ്മൾ കണ്ടത് മൊത്തം ഒരു ക്വാളിറ്റി ഇല്ല, ഒരു ഫിനിഷിംഗ് ഇല്ല. കണ്ടാല് ഒരു ലോക്കൽ തോന്നും. അന്നങ്ങനെയായിരുന്നു. നമുക്ക് കൂടുതൽ ടൈമോടെ നിൽക്കാൻ പോലും തോന്നിയില്ല. നമ്മള് പെട്ടെന്ന് ഇറങ്ങി ഇല്ല നമ്മള് അവിടെ നിന്ന് പർച്ചേസ് ചെയ്തില്ല. വ്യക്തികാര്യം കൊണ്ട് തന്നെയാണ് അവിടെ തന്നെ എടുക്കാൻ പറ്റുന്നത്. എല്ലാവർക്കും സാധനം ഒട്ടും ഇഷ്ടപ്പെട്ടില്ല. കാര്യം ക്വാളിറ്റി നമുക്കൊരു വെഡിങ്ങിന് പർച്ചേസ് ചെയ്യാനാ പോയത്. കടന്നു വരാൻ പറ്റുന്ന നമ്മൾ ഇവരുടെ ഫോട്ടോസ് ഒക്കെ കണ്ടപ്പോൾ ഒരു എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. നമ്മൾ ഉദ്ദേശിച്ച സാധനമേ അല്ല അവിടെ ഉണ്ടായിരുന്നത്. അതിന്റെ കൂടെ ഇവർക്ക് എനിക്ക് കാണാൻ ഇൻട്രസ്റ്റും ഇല്ല. സ്റ്റാഫൊന്നും ഒട്ടൊരു താല്പര്യമില്ലാതെയാണ് നമ്മളെയാണ് കേട്ട് നോക്കിപ്പോന്നുള്ളൊരു ഇതിലാണ് നിന്നത്. അങ്ങനെയാണെങ്കിലും സാധനം നല്ല നല്ല കേൾക്കുമായിരുന്നു. പിന്നെ നമ്മൾ ഒരുപാട് നേരം അവിടെ നിന്നില്ല. ഓക്കെ, ഇനി ആ ചേച്ചിയുടെ ഹസ്ബൻഡ് സംസാരിക്കുന്നതിന്റെ വോയിസ്, അവർ രണ്ടുപേരും കൂടെ ഒരുമിച്ചാണ് പോവുകയൊക്കെ ചെയ്തത്. അതും കൂടെ ഒന്ന് ജസ്റ്റ് വെച്ചുതരാം. ഈ വീഡിയോയിലൊക്കെ കാണുന്ന ഒരു ഫിനിഷിംഗ് ഉള്ള വർക്കുകളുണ്ടല്ലോ, അതൊന്നും ഇല്ലാത്ത ഒരുമാതിരി പാവിൽ വരച്ചു വെച്ചേക്കുന്ന കുറച്ച് കളക്ഷനാണ് നമുക്ക് ഫുള്ളുണ്ട് കാണിച്ചത്. ഒരെണ്ണം പോലും നല്ലതില്ലായിരുന്നു. അതായത് ഇതാണോ ഇനി അവര് കൊറിയർ ചെയ്യുന്നത്, അത് ഇനി പ്രീമിയം സാധനങ്ങൾ വേറെ മാറ്റി, അതായത് ഇപ്പൊ വന്ന് കയറാൻ നേരത്തെ അവരുടെ ക്വാളിറ്റി എങ്ങനെ എന്തെങ്കിലും വെച്ചിട്ട് ജഡ്ജ് ചെയ്തിട്ടാണ് നമുക്ക് കൊടുക്കണേന്ന് അറിഞ്ഞൂടാ. തിരിച്ചിറങ്ങി പോകാൻ നേരത്താണെങ്കിലും ഒരു മൈൻഡില്ല. ഫോണെ കൊണ്ടാണ് എനിക്ക് നന്ന അതൊക്കെ പീക്ക് ടൈമായിരുന്നു മറ്റേ പറ്റിക്കുന്നതിന്റെ സാധനം കുഴപ്പമില്ല, ഒരു ക്വാളിറ്റി ഇല്ല. അത് നമ്മൾ ഫോട്ടോസൊക്കെ കാണുമ്പോൾ പ്രതീക്ഷിക്കുമല്ലോ നല്ലൊരു ലിക്വിഡ് സാധനമായിരിക്കും എന്ന്. പക്ഷേ എടുത്തു വരുന്ന സാധനം നമുക്കിങ്ങനെ മീഷോയിൽ നല്ല കാര്യം വാങ്ങിയിട്ടുണ്ട്. പക്ഷെ ആ ക്വാളിറ്റിയോട് എനിക്ക് ഫീൽ ചെയ്യില്ല. നമുക്ക് വാങ്ങിക്കാൻ പറ്റും. അഹാനയുടെ തന്നെ എല്ലാവർക്കും അറിയാമല്ലോ, ഈ പറയുന്ന 3,000-4,000 രൂപയുടെ സാരി ഒരു 7,000-8,000 രൂപയ്ക്ക് വെക്കുകയൊക്കെ ചെയ്യുന്ന കാര്യങ്ങൾ. പിന്നെ ഇവർ പ്രൊമോട്ട് ചെയ്യുന്ന ഞാൻ ഊഹിക്കാന്നേ ഉള്ളൂ. എങ്ങനെ ആയാലും അതിൻ്റെ ബാക്ക്ഗ്രൗണ്ട് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് നല്ല അടിപൊളിയൊക്കെ ആക്കിയിട്ട് അവരോരോ വീഡിയോസൊക്കെ എടുത്ത് പ്രൊമോട്ട് ചെയ്യും. അതിൻ്റെയും കൂടെ ചാർജ് അവർ ഈടാക്കും. അതങ്ങനെയാണ് സത്യം പറഞ്ഞാൽ ഓരോരുത്തർ കാട്ടി കൊടുത്തത്. പക്ഷേ ഇത്തിരി ഓവറാണ് ഇവരുടെ. അത് ഞാൻ ഓപ്പണായിട്ട് തുറന്ന് പറയുകയും ചെയ്തായിരുന്നു. നമുക്കിവിടെ ആരെയും പേടിക്കേണ്ട ആവശ്യമില്ല. ഉള്ള കാര്യങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ എത്തിക്കൂ എന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, മേടിക്കുവോ മേടിക്കാതിരിക്കുമോ എല്ലാം നിങ്ങളിഷ്ടമാണ് അല്ലേ. നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾ അവിടെ നിന്ന് മേടിച്ചോ, ഒരു കുഴപ്പമില്ല. നമ്മളിത് അറിയുന്ന കാര്യങ്ങൾ നിങ്ങളുടെ അടുത്ത് മാത്രം പറഞ്ഞു തരുന്നതേ ഉള്ളൂ.
അല്ലാതെ അവരെ പേടിച്ചിട്ട് വാക്ക് മാറ്റി പറയുക, നേരത്തെ അവരെ കുറ്റം പറഞ്ഞിട്ട് പെട്ടെന്ന് ഒരു വള്ളി കിട്ടുമെന്ന് പറയുമ്പോൾ നൈസായിട്ട് അത് മാറുക, അവരെ സപ്പോർട്ട് ചെയ്ത് പറയുക, അങ്ങനെയൊന്നുമില്ല നമ്മുടെ പരിപാടി. നമ്മളുള്ള ആരും ഉള്ള പോലെ പറയുക, അതങ്ങനെ ഉള്ളൂ. അവരിപ്പോൾ കേസ് കൊടുത്താലും ഇല്ലെങ്കിലും ഇനിയിപ്പോൾ നാളെ ആണെങ്കിലും ഞാൻ പേര് പറയാതാണെങ്കിലും പറയേണ്ട കാര്യങ്ങൾ കറക്റ്റായിട്ട് പറയും. അല്ലാതെ അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി പറയുന്നില്ല. സത്യം എന്താണോ നടക്കുന്നത് കറക്റ്റായിട്ട് ഞാൻ പറയാനേ ശ്രമിക്കത്തുള്ളൂ. പിന്നെ വളച്ചൊടിക്കാം, ഒരു യൂട്യൂബറിനെ കൊണ്ടുവേണമെങ്കിൽ നല്ല രീതിയിൽ വളച്ചൊടിച്ച് തിരിച്ച് മറിച്ച് വേണമെങ്കിൽ ഏത് രീതിയിലാക്കുകയൊക്കെ ചെയ്യാം. പക്ഷേ എനിക്ക് തോന്നിയ കാര്യങ്ങളും അറിയാവുന്ന കാര്യങ്ങളും മാത്രം നിങ്ങളുടെ മുന്നിലെത്തിക്കുന്നു. പിന്നെ അതുപോലെ തന്നെ ഒരു കാര്യം കൂടെ, എത്രയൊക്കെ ചിലവാക്കിയാണെങ്കിലും നിങ്ങൾക്ക് മേടിക്കാൻ താല്പര്യമുള്ളവർക്കൊക്കെ മേടിച്ചു, ഒരു കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പറയേണ്ട കാര്യങ്ങൾ പറയും. ഒരാളെങ്കിൽ ഒരാൾ വിശ്വസിച്ചാൽ അത്രയും നല്ലത്. ഓക്കെ, ആ ചാനലിലെ ചേച്ചി പറയുന്ന വീഡിയോ ഞാനൊന്ന് വെച്ച് തരാം. അപ്പോൾ കുറച്ചും കൂടെ മനസ്സിലാവുമായിരിക്കും. ലോ ക്വാളിറ്റി ഫീൽ ചെയ്തുകൊണ്ടാണ് അവിടെ നിന്ന് ഇത്രയും ദൂരെ പോയി അവിടെ പോയി ഷോപ്പ് ചെയ്യാമെന്ന് വിചാരിച്ച് പോയിട്ടും ഒന്നും തന്നെ എടുക്കാതെ തിരിച്ചിറങ്ങി വരേണ്ടി വന്നത് അവിടുത്തെ ക്വാളിറ്റി കണ്ടിട്ട് തന്നെയാണ്. ലോ ക്വാളിറ്റി സാധനമാണ് അവിടെ കാണിച്ചത്. പക്ഷെ ഇപ്പോഴത്തെ എനിക്ക് അറിയത്തില്ല. ആരെങ്കിലുമൊക്കെ ഓബയോസിൽ നിന്ന് പർച്ചേസ് ചെയ്തിട്ടുണ്ട്, അപ്പോൾ നിങ്ങൾക്ക് ഹൈ എൻഡ് സാധനമാണ് കിട്ടിയെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് പറയൂ. സത്യം പറഞ്ഞാൽ ഇവരുടെ പേജിൽ നിന്ന് എനിക്കും ഇങ്ങനെ ഈ ആദ്യകാലങ്ങളിലൊക്കെ ഇത് കാണുന്ന സമയത്ത് പല പ്രോഡക്റ്റും കാണുമ്പോൾ പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് നല്ല രീതിയിലാണ് ഇത് പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷെ ഇതൊക്കെ കാണുന്ന സമയത്ത് എനിക്ക് ഫീൽ ചെയ്യാറുണ്ടായിരുന്നു ഇതാണോ പ്രീമിയം ക്വാളിറ്റി. കാരണം പലതും മറ്റേ ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്ന അങ്ങനത്തെ കളറിലുള്ള സംഭവം ഉണ്ടല്ലോ, അതിനൊക്കെയാണ് പ്രീമിയം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ ഈ പേജിൽ കാണുന്ന പല സാധനങ്ങളും ഞാൻ വേറെ പേജുകളിൽ കാണാറുണ്ട്, ഫ്ലിപ്കാർട്ടില് പിന്നെ മീഷോയിലൊക്കെ കാണാറുണ്ട്. പക്ഷേ ഈ മീഷോയുടെ ക്വാളിറ്റിനെ കുറിച്ച് ഞാനൊന്നും പറയുന്നില്ല. കാരണം കിട്ടിയാ കിട്ടി, ഇല്ലേ പോയി രീതിയിലാണല്ലോ മിക്കവാറും ഒക്കെ വരാറുള്ളത്. സോ അതിന് നമുക്ക് ഒരു അഷുറൻസ് എന്തായാലും പറയാൻ പറ്റില്ല. ഇവരിപ്പോ ഈ ഓബയോസിൽ ഇപ്പൊ സെല് ചെയ്യുന്ന കുറെ സാധനങ്ങൾക്ക് റീസെന്റ് ഞാൻ കണ്ട കുറെ സാധനങ്ങൾ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്നൊക്കെ പറഞ്ഞിട്ട് കൊടുക്കുന്നത്, അതിന്റെ ഒരു പ്രൈസ് ഒരു ഇളക്കത്താരി, ഇപ്പോഴത്തെ ഒരു ട്രെൻഡിങ് സാധനമാണല്ലോ ഈ ഇളക്കത്താരി എന്ന് പറയുന്നത്. സിംഗിൾ ലൈൻ ഇളക്കത്താരി ചോക്കർ 1 gram ഗോൾഡ് പ്ലേറ്റഡ് എന്ന് പറഞ്ഞിട്ട് കൊടുത്തിട്ടുണ്ട്. 1099 rupees ആണ് ഇതിന്റെ റേറ്റ്. ഇതേപോലെ നല്ല ക്വാളിറ്റി എന്ന് പറഞ്ഞാൽ ഗോൾഡ് പ്ലേറ്റ് ചെയ്തെന്ന് എനിക്കറിയത്തില്ല, ഗോൾഡ് പ്ലേറ്റ് ചെയ്തതാണോ അല്ലാത്തതെന്നുള്ളത്. അങ്ങനത്തെ ഒരു സാധനം ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നു മീഷോയിൽ നിന്ന്. വേറെ 316 രൂപ എനിക്ക് അതിനായുള്ളൂ. ഞാൻ അതിന്റെ ഒരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു. നിങ്ങൾ ഇതിന്റെ ഈ വീഡിയോ കഴിഞ്ഞതിന് ശേഷം ആ ഷോർട്ട് വീഡിയോ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇളക്കത്താരി ഇത്ര റേറ്റ് കുറഞ്ഞോ എന്ന് പറഞ്ഞിട്ട് ആ വീഡിയോക്ക് അത് ഞാൻ കറക്റ്റ് ആയിട്ട് കാണിക്കുന്നുണ്ട്. ഡേ ലൈറ്റിൽ ഞാൻ കാണിക്കുന്നുണ്ട്. പിന്നെ എന്റെ ഗോൾഡ് ചെയിന്റെ കൂടെ വെച്ചിട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ സാധാരണ ഒരു പുതിയൊരു ഗോൾഡ് എന്തെങ്കിലും ഓർണമെന്റ് വാങ്ങി കഴിഞ്ഞാൽ അതിന്റെ ഒരു കളർ ഉണ്ടല്ലോ, ആ കളറിലാണ് ആ സാധനം വരുന്നത്. അത് കണ്ടാൽ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് തോന്നുന്നു. എനിക്ക് അറിയത്തില്ല. ഞാൻ ഗോൾഡ് പ്ലേറ്റഡ് എന്ന് ഈ ഒരു വെബ്സൈറ്റിനകത്ത് കണ്ടതിന് ശേഷം ഞാൻ അതൊന്നും ചുരണ്ടി നോക്കി. അപ്പൊ സത്യം പറഞ്ഞാൽ ഇളകിയൊന്നും വരുന്നില്ല. ഇങ്ങനെ എന്തോ ഒരു കട്ടിയുള്ള സാധനം അതിന്റെ പുറത്തുള്ള പോലെ എനിക്ക് തോന്നി. ഒരു ലെയർ എന്തായാലും നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. പെട്ടെന്ന് കളർ പോകുന്ന ടൈപ്പ് ആണെന്ന് എനിക്കത് കണ്ടിട്ട് തോന്നിയില്ല. നല്ല ക്വാളിറ്റി സാധനമാണ്. ഒരു 316 രൂപ. ഇവരുടേത് 1099. ഓവർ പ്രൈസ്ഡ് ആണ് ഓബയോസിയുടേതെന്ന് എനിക്ക് ഭയങ്കരമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ട്. അവർക്ക് ഇനി എത്ര സ്റ്റാഫ് ഉണ്ടെന്ന് പറഞ്ഞാലും എത്ര ഇതുണ്ടെന്ന് പറഞ്ഞാലും പിന്നെ ഇതെല്ലാം അവരുടെ ബിസിനസ് ആണ്. സോ അവർക്ക് പ്രോഫിറ്റ് എത്രത്തോളം വേണമെന്നുള്ളത് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം അവർക്കുണ്ട്. എന്തായിട്ടല്ല എന്നാലും ഓക്കെ, അവരുടെ സ്ഥാപനം അവർ ഇഷ്ടമുള്ള രീതിയിൽ എങ്ങനെ വേണമെങ്കിലും അവർക്ക് ഡിസൈഡ് ചെയ്യാം. പക്ഷേ നമുക്കറിയാവുന്ന കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു തരും, വേണ്ടവർക്ക് മേടിക്കാതിരിക്കാം. പിന്നെ ഈ അടുത്ത സമയത്ത് വേറൊരു ഇൻ്റർവ്യൂ ഉണ്ടായിരുന്നു. അതിനകത്ത് അന്ന് ഈ പറയുന്ന ദിയ കൃഷ്ണയുടെ സ്ഥാപനത്തിനെ കുറിച്ച് ഒരു മോഷണമൊക്കെ നടന്നിട്ടുണ്ടായിരുന്നല്ലോ, അതിനെക്കുറിച്ച് ഒരു കാര്യം പറയുന്നുണ്ട് ആ ഒരു ഇന്റർവ്യൂവിൽ. അത് ജസ്റ്റ് ഒന്ന് ഞാൻ വെച്ച് തരാവേ. ഓബയോസി എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പിന്റെ കുറച്ച് ഇഷ്യൂസ് ഒക്കെ ഉണ്ടായിരുന്നല്ലോ, ഒരുപാട് പൈസ വെട്ടിക്കലോ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട്. അങ്ങനത്തേക്ക് എന്തെങ്കിലും അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്? ഞാൻ 65 ലക്ഷം രൂപ പോയിട്ടാണെങ്കിലോ ഞാൻ അങ്ങനെ 65 ലക്ഷം പോയാൽ സന്തോഷിക്കും. ശരിക്കും അതൊരു ഭയങ്കര ഹാപ്പി മൂവ്മെന്റ് അല്ലേ? 65 ലക്ഷം രൂപ പോയത് മനുഷ്യൻ അറിയുന്നേ ഇല്ല. അപ്പൊ അയാൾ അത്രയും റിച്ചല്ലേ. 65 ലക്ഷം മറ്റൊരു പോയൊരു പോയിന്റ് നമ്മുടെ കയ്യിൽ നിന്ന് 5000 രൂപ കേസിന് അറിയോ? 65 ലക്ഷം രൂപ അറിയോ? അങ്ങനെ അറിയില്ലേ? അപ്പൊ നമ്മളൊക്കെ അറിയും. അപ്പുറത്തൊരു മനുഷ്യൻ അറിയുന്നില്ല. അപ്പൊ അയാൾ അത്രമേൽ പൈസ ഉണ്ടാക്കി. ഒന്ന് ആലോചിച്ച് നോക്കിയേ, 65 ലക്ഷം രൂപ. പക്ഷേ അന്ന് ഞാൻ സപ്പോർട്ട് ചെയ്തതാണ് കേട്ടോ. സപ്പോർട്ട് ചെയ്ത കാര്യങ്ങളൊക്കെ തന്നെയാണ് അവളമാർ മോട്ടിച്ചാണ്. അതിനെല്ലാം ആ ഫാമിലി സപ്പോർട്ട് ചെയ്തൊക്കെ തന്നെയാണ്. പക്ഷേ നമ്മുടെ ഒരു 10-20 രൂപ പോയാലാണെങ്കിൽ പോലും ടെൻഷൻ അടിച്ചിരിക്കും. പണ്ട കാലത്തൊക്കെ ഭയങ്കര ഇതായിരുന്നു. 20 രൂപ 10 രൂപ പോയി, ആ ഒരു മൈൻഡ് സെറ്റ് ആയിരുന്നു. ഈ 65 ലക്ഷം രൂപ പോയിട്ട് പോലും അറിഞ്ഞില്ലല്ലോ എന്നുള്ള രീതിയിലാണ്. പിന്നെ അവൾമാരെ പൊക്കിയിട്ടുണ്ടായിരുന്നു. കണക്കം കൂട്ട് ശരിയായിട്ടില്ല, എവിടേക്കോ എന്തൊക്കെയോ ചീഞ്ഞ് നാർന്നതായിട്ടൊരു ഫീൽ ഉണ്ടായിരുന്നു. പക്ഷേ ഇത്രയും രൂപ അവർ മുക്കിയെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേ. ഓക്കെ, എന്തോ ആയിക്കോട്ടെ. അതിനിടയ്ക്ക് വന്നിട്ട് ദാരിദ്ര്യം പറിച്ചിട്ട് രഹാനയുടെ ഒരു ഇൻ്റർവ്യൂ ഞാൻ കഴിഞ്ഞ വീട്ടിലൊക്കെ വെച്ചിനി വെറുതെ വെച്ചിനി ലെന്താക്കി തരുന്നില്ല. അപ്പം പിന്നെ അതുപോലെ തന്നെ ഇന്നലെ ഒരു വീഡിയോ ഞാൻ ഇട്ടായിരുന്നു. ഇതേ തന്നെ ഇവർക്കൊരു ബ്രാൻഡ് വാല്യൂ ഉണ്ട്. അത് വെച്ചിട്ട് ഇവർ ഉള്ള വിലയും കാര്യങ്ങളൊക്കെ കൂട്ടുകയൊക്കെ ചെയ്യും. സാധാരണപ്പെട്ട ആൾക്കാർക്കാന്ന് പറഞ്ഞാൽ തുടങ്ങുകയൊക്കെ ചെയ്യുന്നത്. പക്ഷെ കാണിക്കുന്നതോ വേണ്ടേ. ഇന്നലെ വെച്ചതിൻ്റെ ഒരു വീഡിയോയുടെ ക്ലിപ്പും കൂടെ ചെറുതായിട്ട് ഞാൻ ഒന്നും കൂടെ ഒന്ന് വെച്ചുതരാം. ഇത് സംഭവം എന്താണെന്ന് വെച്ചാൽ അന്ന് അഹാനയുടെ വിഷയത്തിൽ ഞാൻ ചെയ്തായിരുന്നു. സാരിയുടെ കാര്യം ചെയ്ത പല ആൾക്കാരും ചെയ്ത് സാരി എല്ലാം പല ക്വാളിറ്റി ആയിരിക്കും എന്നൊക്കെ. അത് കറക്റ്റായിട്ട് തന്നെ രേണു റിയാക്ട്സ് എന്നാണ് കേട്ടോ അവരുടെ പേര്. അവർ കറക്റ്റായിട്ട് അത് പ്രസന്റ് ചെയ്യുന്നുണ്ട്. ഞാനതൊന്ന് വെച്ചുതരാം. പല്ലുവിലുള്ള പോർഷൻ ആണെങ്കിലും പല്ലുവിന്റെ ബോർഡറിൽ കാണുന്ന കളർ ആണെങ്കിലും മെറ്റീരിയൽ ആണെങ്കിലും ത്രെഡ് വർക്കിന്റെ ക്വാളിറ്റി ആണെങ്കിലും എംബ്രോയിഡറിയുടെ ക്വാളിറ്റി ആണെങ്കിലും ഒക്കെ പിക്ചറിൽ നോക്കുമ്പോൾ എക്സാക്ട്ലി സെയിം ആണ്. ഓൺലി വൺ ഡിഫറൻസ്, ബ്ലൗസിന്റെ കളർ മാത്രം വ്യത്യാസമുണ്ട്, അത്രയേ ഉള്ളൂ. ശരി, ഇനി ഇത് പിക്ചറിൽ കാണുന്ന പ്രശ്നമാണെന്നുണ്ടെങ്കിൽ മീര പറഞ്ഞതുപോലെ പിക്ചർ കണ്ടിട്ട് നമ്മൾ വിലയിരുത്തുന്നതാണെങ്കിൽ ഇതിനകത്ത് ഇതിൽ കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എ ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി റണ്ണിംഗ് ത്രൂ ഔട്ട്.
അത്രയും കൊടുത്തിട്ടുള്ളല്ലോ. അതിന്റെ വില 4800. ഇനി കുറച്ച് പൈസയൊക്കെ ചെലവാക്കി അത്തപ്പൂക്കളവും പുറകിലൊരു അലമാരിയും കുറെ പൂക്കളും ഒക്കെ മിക്സ് ചെയ്ത് ആ ഒരു ഫോട്ടോഗ്രാഫറിനെ ഒക്കെ ഹയർ ചെയ്ത് വളരെ കഷ്ടപ്പെട്ട് മേക്കപ്പ് ഒക്കെ ചെയ്ത് ഒരുങ്ങി നിന്ന് അഹാന കൊടുത്തിരിക്കുന്ന ആ സാരിക്ക് അഹാന ഇട്ടിരിക്കുന്ന പേര് രുക്മിണി എന്നാണ്. എന്നിട്ട് അഹാന അതിന് കൊടുത്തിരിക്കുന്ന എക്സ്പ്ലനേഷൻ എന്താണ്? എ ക്രീം ഓർഗൻസ സാരി വിത്ത് ഫ്ലോറൽ എംബ്രോയിഡറി റണ്ണിംഗ് ത്രൂ ഔട്ട്. എക്സാക്ട്ലി ദ സെയിം സെന്റൻസ്. അല്ലാതെ എ ക്രീം സിന്തറ്റിക് ഓർഗാൻസ സാരി അല്ലെങ്കിൽ ക്രീം ഏതെങ്കിലും മറ്റൊരു പർട്ടിക്കുലർ ഓർഗാൻസ സാരി എന്നൊന്നുമല്ല, ഓർഗാൻസ എന്ന് മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അപ്പോൾ പിന്നെ നമ്മൾ പ്രതികരിക്കുന്നതിൽ എന്താണ് തെറ്റ്? കറക്റ്റ് കാര്യമല്ലേ? ഓക്കെ, എന്തായാലും മനസ്സിലാക്കേണ്ടവർക്കൊക്കെ മനസ്സിലാക്കുക, അത്രേ എനിക്ക് പറയാനുള്ളൂ. എന്തായാലും നമുക്ക് കണ്ടറിയാം ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്നുള്ള രീതിയിലൊക്കെ. പിന്നെ ഓണം കളക്ഷൻസ് കാര്യങ്ങളൊക്കെ നിങ്ങൾ മേടിച്ചോ, നമ്മളായിട്ട് ആരെയൊന്നും ചോദിക്കാനൊന്നും വരുന്നൊന്നുമില്ല, കാര്യങ്ങൾ പറയുന്നത് മാത്രമേ ഉള്ളൂ. സത്യം പറഞ്ഞാൽ അവർക്കൊരു പ്രൊമോഷനാണ് നമ്മൾ ഈ വീഡിയോ ചെയ്യുന്നത്. ഇപ്പോൾ നമ്മളോടുള്ള വൈരാഗ്യം വെച്ച ആൾക്കാർ 10 പേര് പോയി അവർക്ക് മേടിച്ചാലെങ്കിലേ ഉള്ളൂ. അങ്ങനെ കുറേ ആൾക്കാരുണ്ട്. ഒരാളെങ്കിൽ ഒരാൾ വിശ്വസിക്കുക. ബൈ, ലവ് യു ഗൈസ്.